എന്താ കാതറി ആ സമയത്ത്? എപ്പോ? എന്റെ യഹോവേ, നീ കാത്തു. താൻ എന്തായാലും അവിടെ തന്നെ ഉണ്ടാവണം. ആ ഓക്കെ. എന്നതാ പ്രശ്നം? ആ രമേശിന്റെ അമ്മ നന്ദിനി ആത്മഹത്യക്ക് ശ്രമിച്ചു. മാതാവേ, എന്നിട്ട്? തക്ക സമയത്ത് കാതറിന്റെ മോള് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. മോനെ കിട്ടിയില്ലെങ്കിൽ ചത്ത് കളയുമെന്ന് എന്നോട് പറഞ്ഞിരുന്നതാ. എന്റെ പിതാവേ, ഇനി അവരുടെ ആത്മാവിന് ഞാൻ ഉത്തരം പറയേണ്ടി വരുമോ? ആരായിരിക്കും ഈ രാത്രിയില്? എന്നാ മക്കളെ? എന്റെ പിതാവേ, ഞാൻ എന്താ ഈ കാണുന്നത്? ആരെങ്കിലും കാണും. വേഗം കേറാത്തേക്ക് കേറിക്കോട്ടെ. എന്റെ കർത്താവേ, ഇനി ഞാൻ ഇവനെ നിങ്ങക്ക് എവിടുന്ന് കിട്ടി? രമേശ് ഞങ്ങളുടെ മുറിയിലാ ഉണ്ടായിരുന്നത്. എന്നു മുതൽ? മിനിസ്റ്റർ കോളേജിൽ വെച്ച് തല്ലിയ അന്ന് മുതൽ. മേരി പൈസും കൂടെ അറിഞ്ഞുകൊണ്ടാണോ? മേരി മാഡത്തിന് അറിയില്ല. മറ്റു പിള്ളേർക്കോ? ഞങ്ങളുടെ ഫ്രണ്ട്സില് 1-2 പേർക്ക് മാത്രം. പോലീസ് വന്ന് പോയേ പിന്നെ ബാക്കിയുള്ളവരാരും പേടിച്ചിട്ട് ഞങ്ങളുടെ റൂമിന്റെ പരിസരത്ത് പോലും വരാറില്ല. നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എനിക്ക് എന്റെ അമ്മ ഒന്ന് കാണണം. നീ അങ്ങോട്ട് പോകുന്ന റിസ്കാ. നേരം വെളുക്കട്ടെ, ഞാൻ അങ്ങോട്ട് എന്ന് പറയാം. നന്ദിനി ഇങ്ങോട്ട് വരുത്താം. അമ്മയെ കണ്ടിട്ട് നാളെ കോടതിയിൽ സറണ്ടർ ആവുന്നതാണ് നല്ലത്. ഹലോ. അതെയോ? മൈ ഗോഡ്. നിങ്ങളെ അന്വേഷിച്ച് ഇപ്പോഴും പോലീസ് ഹോസ്റ്റലിൽ ചെന്നു. എന്താ ജൂലി, എന്ത് പറ്റി? ഒന്നുമില്ല ഫാദർ, ഞാൻ ഇവളെയും കൂട്ടിയിട്ട് മുത്തച്ഛന്റെ വീട്ടിലേക്ക് പോയിക്കോളാം. ഒന്ന് പോടാപ്പാ, ഇപ്പഴാ അവന്റെ ഒരു സ്തുതി. രമേശ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നന്ദിനി പൊട്ടി ഒരൊറ്റ കരച്ചിലായി. അയ്യോ, എന്നാ പിന്നെ കാറി കയറ്റിങ് കൊണ്ടുപോരാൻ മേലായിരുന്നോ? അതപകടമാ. പോലീസുകാര് മണപ്പിച്ച് നടക്കുന്നുണ്ട്. അന്ന് തന്നെ നന്ദിനി എന്നെ കാണാൻ കോളേജിൽ വന്നപ്പോ ആ കമ്മീഷണർത്ത പുറകെ വന്നതാ. രമേശ് എന്തി? അവൻ കാപ്പി കുടിച്ചോ? എത്ര പറഞ്ഞിട്ടും കഴിക്കുന്നില്ല. അമ്മയെ കാണാനുള്ള വെപ്രാളത്തിൽ ഇരിക്കുക. രമേശാ, നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? എന്താ ഒന്നും കഴിക്കാത്തത്? അമ്മോട് വന്നിട്ട് കഴിക്കാം. എന്നാ ശരി, നന്ദിനി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ദേ വന്നല്ലോ, ചെല്ലേ. എന്റെ കർത്താവേ, അപ്പൊ നീ ഇവിടെയായിരുന്നു. ദൈവമേ, എന്തായി കാണിക്കുന്നത്? അവനെ ഒന്നും ചെയ്യരുത്. മിണ്ടി പോകരുത്. കൊലപ്പുള്ളി ഒളിപ്പിച്ച് താമസിപ്പിച്ച് താൻ ഞങ്ങളുടെ മുന്നിൽ പുണ്യാളം കളിക്കായിരുന്നു അല്ലേ? അല്ല സാർ, ഞങ്ങൾക്ക് ഇനി ഒരു പങ്കുമില്ല. ഈ കൊച്ചിന് ഇന്നലെ രാത്രി ഇവിടെ വന്ന് കയറിയത്. വന്ന് കയറാൻ ഇവൻ എന്താ പൂച്ചക്കുറ്റം? ഇവള് പറഞ്ഞത് നേരാണ് സാർ. വേണ്ട വീണ്ടെടുത്ത് ഉരുളണ്ട. താൻ പറഞ്ഞത് മുഴുവൻ കണ്ണടച്ച് വിഴുങ്ങാൻ ഞാൻ കണാരം കർത്തയല്ല. അലക്സ് പോള, DYSP അലക്സ് പോൾ. ദൈവം സാക്ഷിയായി പറയാണ് സാർ. ഇവന്റെ അമ്മയെ ഒന്ന് കാണിച്ചിട്ട് കോടതിയിൽ ഹാജരാക്കാൻ ഇരിക്കുവായിരുന്നു ഞാൻ. അമ്മയെ മാത്രമല്ല, അച്ഛനെ കാണിച്ചു കൊടുക്കാം. ഭാർഗവ പിടിച്ച് കേന്ദ്രമാണ് ജീപ്പിൽ. എന്താ ഇത്? ഒരു വൈദികനോട് ഇങ്ങനെ? നാളെ പള്ളി കുർബാനയല്ലാണ്ട് ഞാനാ. സഭാതർക്കത്തിന്റെ ഒത്തുതീർപ്പ് കളക്ടർ എടുത്ത തീരുമാനാ. കുർബാനൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചൊല്ലാം. കർത്താവേ, ലൂസിയമ്മേ, നീ തിരുമേനിയെ വിളിച്ച് വിവരം അറിയിക്കേ. ഹലോ. ഈശ്വര, എപ്പോ? ഇല്ല, മുത്തശ്ശൻ ഇവിടെ ഇല്ല. ആരാ? ലൂസി അമ്മച്ചിയാ. രമേശിനെയും പ്രിൻസിപ്പൽ അച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ കാരണോ രമേശിന്? ഞാൻ കാരണോ? എന്റെ ലോഹി കഴിച്ച് എന്താ കാണിക്കുന്നേ? അവനെ ഇനി തല്ലരുത്. അവനെ ഒന്നും ചെയ്യരുത് സാർ. നിങ്ങൾക്ക് ഭ്രാന്താണോ?
മര്യാദക്ക് സത്യം പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ ഒന്ന് ശവം പോലും വെളിയെ കാണില്ല. പറയടാ റാസ്കൽ. എന്തായി കാണിക്കുന്നത്? ചെയ്യാത്ത കുറ്റം തല്ലി പറയുന്നു. മറ്റേ സഭയുടെ ആളാണല്ലേ? സഭയും പട്ടക്കാരൊക്കെ അങ്ങ് പള്ളിയില്. സാർ ഇങ്ങനെ ജാമ്യത്തിലെടുക്കാൻ തിരുവേനി വക്കീൽ വന്നിട്ടുണ്ട്. താൻ പോക്കോ. വേണ്ട, എനിക്ക് മാത്രമായിട്ട് ജാമ്യം വേണ്ട. എടോ ഇവര് ജാമ്യം കിട്ടാത്ത വകുപ്പാ. അച്ചപ്പയ്ക്ക് എനിക്ക് എന്റെ അമ്മയൊരു നോക്ക് കാണാൻ പറ്റിയാൽ മാത്രം മതി. മോനെ രമേശേ, ഞാൻ ചെന്നിട്ട് ഇനി നിങ്ങൾ അവനെ ഒന്നും ചെയ്യരുതേ. നിനക്ക് അമ്മയെ കാണണം അല്ലേ? അമ്മ ഞങ്ങളുടെ കസ്റ്റഡി തന്നെയുണ്ട്. ഇപ്പോഴിങ്ങെത്തും, ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് കുത്താൻ ഉപയോഗിച്ച കത്തി എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീ പറയണം. എന്നാലേ പൊന്നുമോൻ അമ്മയെ കാണൂ. നീ ഒറ്റയ്ക്കാണോ കൊന്ന് അതോ അമ്മയും കൂടി ഉണ്ടായിരുന്നു? അമ്മയും മോനും കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് അലക്സ് പോൾ അടങ്ങൂ. അമ്മേ, എന്റെ മോനെ, അമ്മേ. എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ. ഓഹോ, എന്റെ മോനെ ഒന്നും ചെയ്യരുത്. സത്യം പറയടി, അമ്മയും മോനും കൂടെ എങ്ങനെയാ മിനിസ്റ്റർ നടേശനെ കൊന്നത്? സാർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. എന്റെ മോനും അത് ചെയ്യില്ല സാർ. എന്റെ അമ്മയെ തൊട്ടു. തൊട്ടാ നീ എന്തിയുടെ? അയ്യോ, എന്റെ മോനെ. എന്റെ മോനെ തല്ലരുത്, please. എന്റെ മോനെ ഒന്നും ചെയ്യരുത്. വിട്ട്. വിട്ടല്ലോടാ. എന്റെ കൊണ്ടുപോയി ഉരുട്ടിക്കൊല്ലി പന്നിയെ. അവനെ ഒന്നും ചെയ്യരുത്. മോനെ. മിനിസ്റ്ററെ കൊന്നത് ഞാനാ. ഞാനാ മിനിസ്റ്ററെ കൊന്നത്. കാതർക്ക് പറഞ്ഞത് കേട്ട് മിനിസ്റ്റർക്ക് ഫോൺ ചെയ്തപ്പോ എന്റെ മോൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്നറിഞ്ഞ് ഞാൻ ചെന്നു. പക്ഷേ ഞാനാ സാർ, ഞാനാ കൊന്നത്. ഞാൻ മാത്രം. അല്ല, അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയാണ്. മോനെ, അതെ, അയാളെ കൊന്നത് ഞാനാ. എന്റെ ഈ കൈ കൊണ്ടാ കൊന്നത്. ഇല്ല, ഞാനാ കൊന്നത്. ഓഹോ, അമ്മയും മോനും തമ്മിൽ കൂടുതൽ നാടൻ കളിക്കല്ലേ? പറയടാ, നീ എങ്ങനെയാ മിനിസ്റ്ററെ കൊന്നത്? അന്ന് രാത്രി അമ്മയെ കാണാൻ ആശുപത്രി ചെന്നപ്പോ ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്നറിഞ്ഞ് അമ്മ അങ്ങോട്ട് പോയെന്ന് കാതർക്ക് എന്നോട് പറഞ്ഞു. അതൊരു ചതിയാണെന്ന് മനസ്സിലാക്കി ഞാനും ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്നു. തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ ആയല്ലോടാ. ഇതാ നടേശന്റെ ഒരു ജാതകം. ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വന്ന് ചാടിക്കൊള്ളും. എന്റെ അമ്മ എവിടെ? വിഷമിക്കണ്ടടാ, അവൾ ഇനി എന്റെ കൂടെ പൊറുക്കാൻ പോകുന്നു. നിനക്ക് കാണണോ? അങ്ങനെ തത്ത പറയുന്ന പോലെ പറ. ഇപ്പൊ മനസ്സിലായോ? അവലിടെയും കർത്തയല്ല, ഈ അലക്സ് പോൾ. ഇതും കൂടെ ചെല്ലട്ടെ. എനിക്ക് മതിയായേ. അത് പറ്റില്ല, ഇനി ഒരുപാട് ഇടി കൊള്ളാനുള്ളതല്ലേ. ഒരു പ്രതിരോധ ശക്തി കിട്ടാൻ ബോഡിക്ക് ഇത് വളരെ നല്ലതാ. കൊലക്കേസിന്റെ ചുമതല തിരിച്ചു കിട്ടാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നിട്ട്. അല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദാസപ്പൻ എന്റെ കൂടെ വരുവോ?
ചാർജ് നഷ്ടപ്പെട്ട പോലീസ് ആയതുകൊണ്ട് ഇക്കാര്യത്തിന് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നോക്കൂ. ഇത്ര സൗകര്യമായിട്ട് തല്ലാൻ നോക്കൂ. ഇവിടെ ആയത് എത്ര നന്നായി. 1 മൈൽ ചുറ്റളവിൽ ഒരു വീട് പോലും ഇല്ല. മൈക്ക് വെച്ച് നിലവിളിച്ചാലും ആരും കേൾക്കുകയില്ല. ഇത് കുടിയിടൂ. കുടിക്കാൻ ഇനി എല്ലാം പറ. എനിക്ക് ഒന്നും അറിയില്ല സാർ. അയ്യോ ആരാ സാർ യവന്മാരൊക്കെ? നമ്മുടെ അന്വേഷണം റൈറ്റ് ട്രാക്കിലാണെന്ന് ഞാനൊന്ന് പറഞ്ഞില്ലേ, അതിന്റെ തെളിവാണിത്. നമ്മുടെ അന്വേഷണം എന്നുള്ള പ്രയോഗം വേണ്ട സാർ. കൂടെ ഉണ്ടെന്നുള്ളതല്ലാതെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഹലോ സർ. ഹലോ. ഞാൻ പറയണ്ട, രൂപം കണ്ടാൽ അറിഞ്ഞൂടെ? മിനിസ്റ്റർ നടേശന്റെ ബ്രദർ ദിനേശൻ, ലണ്ടൻ എംബസിയിലെ ഉദ്യോഗസ്ഥൻ. അതെ, ഈ കേസിന് ഗുണകരമായേക്കാവുന്ന ഒരു എവിഡൻസ് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടി. അതും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തക്ക സമയത്താണ് മിസ്റ്റർ ദിനേശനെ ഞാൻ കണ്ടത് സാർ. എന്താ സാർ? ഈ അന്വേഷണത്തിന്റെ റൂട്ടിൽ മിസ്റ്റർ ദിനേശൻ എനിക്ക് ആവശ്യമുണ്ട്. കമാ.